എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് പാടാനെത്തുന്നത്, എവിടുന്നൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ള ആകാംക്ഷയിലാണ്. അവരുടെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടാവും, ജഡ്ജ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും, കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. ഇനി നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ലേക്ക് പാട്ട് പാടാനെത്തുന്നു നന്ദന കുട്ടിയാണ് എത്തുന്നത്. കണ്ണൂരിൽ നിന്നും നമ്മുടെ ക്യാപ്റ്റന്റെ നാട്ടിൽ നിന്ന് എത്താൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം നന്ദന കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് നന്ദന. ഹായ്. നന്ദനന്ദനം. നന്ദനന്ദന. നന്ദനയുടെ വീട് എവിടെ? കണ്ണൂര്. കണ്ണൂരാ. സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞോ എല്ലാരടുത്തും? എല്ലാരോടും പറഞ്ഞു. എല്ലാരും ഭയങ്കര ഹാപ്പി ആയി. ആരാ ഏറ്റവും ഹാപ്പി ആയത്? അമ്മ, അച്ഛൻ. ആന്റി എന്ത് തോന്നി? ഹായ്, നമസ്കാരം. എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരോടും പറഞ്ഞു. ആ. ഭയങ്കര വിഷമായിരുന്നു. ഇപ്രാവശ്യം വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആ, അപ്പം ഓണമെല്ലാം അങ്ങനെ അങ്ങ് പോയി, സങ്കടത്തോടെ അങ്ങ് പോയി. ഓണം സങ്കടത്തോടെ പോയി. പക്ഷെ ഇപ്പൊ അപ്പൊ അതിനുശേഷം ഇപ്പൊ ഭയങ്കര സന്തോഷം. വെരി ഹാപ്പി. അത് മതി. ഇവിടെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അതില് ഒരു കുഞ്ഞിന്റെ കാര്യം പറയുന്നുണ്ട്. അയാളെ എടുക്കാത്തത് ഒട്ടും ശരിയായില്ല, നിങ്ങളത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് പറയണേ. പക്ഷെ ആക്ച്വലി നമ്മളിപ്പോ സെലക്ട് ചെയ്തതിൽ നമ്മുടെ ആ കുഞ്ഞുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആയിരുന്നു. എന്താ വെച്ചാ എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ സത്യസന്ധമായിട്ടാണ് ഇവിടെ ഇരിക്കണേ. ടാലന്റ് മാത്രമാണ് കൺസിഡറേഷൻ. അങ്ങനെയാണ് ഓരോ കുഞ്ഞിനെയും ഇതിൽ എടുത്തിരിക്കുന്നത്. ആയിരങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു 65ലേക്ക് എത്തിയത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു അബൌട്ട് 28 ഓഡ് അത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ കുഞ്ഞിനെയും പ്രത്യേകമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് നന്ദനയും ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ ബി പ്രൗഡ്. ഫസ്റ്റ് സോങ് ആണ്. ഏത് റൗണ്ടിലാ പാടാൻ പോണേ? എവർഗ്രീൻ ഹിറ്റ്സ്. എവർഗ്രീൻ ഹിറ്റ്സ്. റെഡി അല്ലേ? പാട്ട് ഏതാണ്? പൊന്നാര്യൻ പാടം. ബാക്കി ഡീറ്റെയിൽസ്. മൂവി രക്തസാക്ഷികൾ സിന്ദാബാദ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. മ്യൂസിക് MG രാധാകൃഷ്ണൻ സർ. സിംഗർ KS ചിത്രാമ്മ. വർഷം 1980. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. ശരി, അപ്പൊ നന്ദന കുട്ടി ധൈര്യമായിട്ട് പാടിക്കോ. താങ്ക് യു. ഒന്നും പേടിക്കാനില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പൊന്നാരിൻ പാടം
നൈസ്. താങ്ക് യു. നന്ദനക്കുട്ടി ഓ ഇപ്പോ 9th അല്ലേ? ആ 9th. ഈ പാട്ട് വളരെ ഇഷ്ടമുള്ള പാട്ടാണോ? ആ ആരാ സെലക്ട് ചെയ്തേ? സെലക്ട് ചെയ്ത അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അമ്മയുടെ ഫേവറേറ്റ്. ഓക്കെ. നല്ല വോയിസ് ആണ് കേട്ടോ, നല്ല Thank you. രസമുള്ള വോയിസ് ആണ്, കേൾക്കാൻ നല്ല സൂതിങ് ആയിട്ടുള്ള വോയിസ് ആണ്. താങ്ക് യു. പിന്നെ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, ചില ഭാഗങ്ങൾ വെച്ചാൽ അനുപല്ലവിയിലെയും ചരണത്തിലെയും ചില ലൈനുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പ്രശ്നം തോന്നിയത് കൈ നോക്കി ചൊല്ലാമോ, ആ അതെങ്ങനെയാണത്? കൈ നോക്കി. ഇപ്പൊ സ്ലോ ആയിട്ട് പാടുമ്പോ ഇങ്ങനെ പാടുമ്പോ വരുന്നുണ്ട്, ആ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അവിടെ ഒരു പ്രശ്നം തോന്നി. പിന്നെ കണി കാണാൻ വന്നു പൂമാരൻ, അതൊക്കെ കുറച്ച് പിച്ച് പല സ്ഥലങ്ങളിലും കുറച്ച് ശ്രുതി പ്രശ്നം എനിക്ക് തോന്നി. ആ, പിന്നെ ഈ സംഗതികളുടെ ഒരു പെർഫെക്ഷൻ അതും കൂടി എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് ആ ശബ്ദത്തിന്റെ മാധുര്യത്തിൽ പല ഭാഗങ്ങളും കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഫസ്റ്റ് പെർഫോമൻസ് ഉള്ള രീതിയിൽ കുഴപ്പമില്ല, നന്നായിരുന്നു. ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നന്ദനക്കുട്ടി, ആ, കേട്ടോ. ഓക്കെ. ഫസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് ഓക്കെ, വെറുതെ വിട്ടിരിക്കുന്നു. വെറുതെ വിട്ടിരിക്കുന്നു. എന്തായാലും കഴിവുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മാത്രം, ആ. ഹാർഡ് വർക്കിലൂടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ താങ്ക് യു. ബെസ്റ്റ്. നന്ദനക്കുട്ടി എനിക്കും സെയിം ആണ് തോന്നിയത്. അവിടെ ആ ത്രോട്ടിനൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല ആ, ആ ഒരു പോയിന്റില്. ഈ വോയിസ് കുറച്ച് എയറി വോയിസ് ആണ്. അതെ. ആ, അപ്പൊ കൈ നോക്കി കുറച്ച് എക്സസൈസസ് ഉണ്ട്. നമ്മള് ടച്ച് ചെയ്തിട്ട് ഹ ഹ പറഞ്ഞു നോക്കൂ. അതങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ വൈബ്രേഷൻ വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ത്രോട്ടിന് കുറച്ചും കൂടെ ആ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഇടക്ക് പാടുമ്പോഴേ വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആൾക്കാരെ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോകാം, കേട്ടോ. വീട്ടുകാർക്ക് അറിയാവുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ല. ആന്റി സൂക്ഷിച്ചോളിനെ ആരും അടുത്ത് വരാന്ന് പറയുമ്പോ. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിന് കുറച്ചും കൂടെ ഒരു ഗ്രിപ്പ് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ലോ ആയിട്ട് പാടിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. ആ സ്പീഡ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് എന്താ ഒരു ഓൺ പോയിന്റ് ആവാതെ ഒരു ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. അപ്പൊ അത് മാത്രമാണ് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗ്രിപ്പ് കിട്ടും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടാനാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അതുപോലെ ഈ ജോ ഒക്കെ ഇല്ലേ നന്നായി യൂസ് ചെയ്യാം. വായ വെച്ചിട്ട് ഇങ്ങനെ ആ വരേണ്ട സ്ഥലത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനൊന്നും മടി വേണ്ട. ചില പാട്ടുകൾക്ക് എയറി വോയിസ് രസമാണ്, പക്ഷെ ചില പാട്ടുകൾക്ക് അത് വേണ്ട. ചില പാട്ടിന് നമ്മൾ കുറച്ചുകൂടെ ത്രോ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഡിഫറൻസ്. ശരി. വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഈസ് അബൌട്ട് ഹൗ ടു പ്രാക്ടീസ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം, കേട്ടോ. എന്നാൽ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ പറയാറുണ്ട്, ദേഖോ സീഖോ ദിഖാവോ. 3 വാക്കുകളാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ദേഖോ, നമ്മൾ ആദ്യം ഇത് കാണുന്നു, കേൾക്കുന്നു. പിന്നെ സീഖോ, പഠിക്കുക. പിന്നെ ദിഖാവോ, പിന്നെ കാണിച്ചു കൊടുക്കുക, നമ്മുടെ പെർഫോമൻസ്. ദേഖിയ, സീഖിയ, പർഖിയ എന്ന് പറയുന്നുണ്ട്. വലിയ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് അവരെങ്ങനെ എത്തുന്നു പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ റിയാസ്, അതാണ് റിയാസ് എന്ന് പറയുന്നത്. എന്താണ് റിയാസ്? പ്രാക്ടീസ് ആണ്, സാധന നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ആദ്യം പഠിക്കില്ലേ, വരിശകളൊക്കെ പഠിക്കില്ലേ, അത് കുറച്ച് സ്പീഡിൽ പതുക്കെ പതുക്കെ പാടി പഠിക്കണം. വന്നില്ലേ പിന്നെയും പാടണം, വന്നില്ലേ പിന്നെയും പാടണം, പാടണം അങ്ങനെ പാടി 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 പെർഫെക്റ്റ് ആക്കിയേ പറ്റൂ. ഇത് അവര് തന്നെ പറയും പാഗൽപ്പൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരിക്കും മാഡ് ഓൺ മ്യൂസിക്. അതാണ് ജീവിതമേ സംഗീതം എന്നാവണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നേടാൻ പറ്റുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? സംഗീതമേ ജീവിതം ഒരു മധുര, കേട്ടോ. അപ്പൊ ആ മധുരത്തിലേക്ക് വരാനായിട്ട് കഷ്ടപ്പാട് ഉണ്ട്. അത് കഷ്ടപ്പെട്ടേ മതിയാവൂ. കീപ് ദിസ് നോട്ട് ഹിയർ ബട്ട് ഹിയർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ നന്ദനയ്ക്ക് ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് 100 - 6 equals 94 on 100. അപ്പം നന്ദനക്കുട്ടി, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇന്ന് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ 94 പോരാ, അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഓക്കെയാണ്, മകൾ പറഞ്ഞല്ലേ ഇവിടുന്ന് വെറുതെ വിട്ടു. പക്ഷെ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോ നമ്മൾ കുറച്ചുകൂടെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ അതൊക്കെ കേട്ട് ഗുഡ് ഗേൾ ആയിട്ട് പഠിച്ചിട്ട് വരാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.
യെസ് നമുക്കിനി കുറച്ച് എനർജി കൂട്ടിയാലോ? യെസ്. ഇനി UAE ഒരാളെ കൊണ്ടുവരാൻ പോവാണ്. നമ്മള് ടോപ്പ് സിംഗർ സീസൺ 6 പെർഫോമൻസ് റൗണ്ട് ആണ് ഇനി കാണാൻ പോകുന്നത്. എനിക്കറിയാം UAE. ആണ് എന്താ? ജെനീലിയ ആൻഡ് Praisel. ഹൈ ഫാലക് അബിബി. സുഖാണോ മോളെ? ഓ അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതിന് സെലക്ട് ആയി കഴിഞ്ഞിട്ട് എന്താ എന്റെ നാട്ടിലത്തെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അബുദാബിയിലും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാരും ഹാപ്പി ആവാം. ഹാപ്പി. ജെനീലിയ ഭയങ്കര കൂളാണ്. പക്ഷെ ഇവിടെ ഒരാളുണ്ട് കുറച്ച് ടെൻഷനിലിരിക്കുന്നത്, കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഇപ്പുറത്തുണ്ട്. അച്ഛൻ അച്ഛൻ അച്ഛൻ. എന്താ വിളിക്കണേ? പപ്പാന്നോ ഡാഡിന്നോ? അപ്പ. അപ്പാന്നാ പറയണേ. അപ്പയ്ക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്. അതുണ്ടാവും. എന്തിനായിരിക്കും അപ്പക്ക് ടെൻഷൻ? അത് പറ. പാട്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? പറ. ഉണ്ടോ? അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അതാരാ അങ്ങനെ ചെയ്യുന്നേ? എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മൾ വെറുതെ ബോറടിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ ചുമ്മാ പുറകിലിട്ട് ചുമ്മാ. അപ്പൊ നമ്മള് ബോറടിച്ചാ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം. അതാണ്. അതാ അത് ഭയങ്കര സുഖമാണല്ലേ? ഭയങ്കര സുഖം. വെറുതെ അച്ഛൻ ഇത്ര ടെൻഷൻ. അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, അമ്മ ഫൈനൽ ഓപ്ഷൻ കഴിഞ്ഞാൽ തിരിച്ചുപോയി. തിരിച്ചുപോയി. അമ്മ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് കൊള്ളാലോ. ഇല്ല. ഓക്കെ. പക്ഷെ അച്ഛനാ പോയെങ്കിൽ അച്ഛനെ മിസ് ചെയ്യായിരുന്നോ? ഇറിറ്റേറ്റ് ചെയ്യണല്ലോ. അതാണ് വിനോദം. അപ്പക്കുട്ടിയാണല്ലേ? അല്ല, എപ്പോഴും നാട്ടിലോട്ട് വരുമ്പോ യൂഷ്വലി ഞാനും അപ്പയും ആയിരിക്കും വരുന്നത്. അമ്മ പിന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ അപ്പയായിട്ടാണ് കമ്പനി. ലിറ്റിൽ പ്രിൻസസ്. അതെ അതെ. പാട്ട് പാട്ട് ഏത്? മണിമുറ്റത്താവണി പന്തൽ. സബാഷ്. പാട്ടിന്റെ അർത്ഥമൊക്കെ നോക്കിയിട്ടാണോ പാടാറ്? മനസ്സിലാക്കിയിട്ടാണോ? ഞാൻ അർത്ഥം നോക്കത്തില്ല. ഈ മണിമുറ്റത്ത് ആവണി പന്തൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? മണിയോ? കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? മണി വെച്ച ബെല്ല് മുറ്റത്ത് ഫ്രണ്ടില്. മുറ്റത്ത് എന്തിന്റെ ഫ്രണ്ടില്? കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു വീടിന്റെ ഫ്രണ്ടില്. ആവണി ആവണിയുടെ വീട്ടിൽ. പന്തല് ബോള്. ആവണി ഒരു പെണ്ണായിരിക്കും. പെണ്ണിന്റെ വീടാണത്. ആ പെണ്ണിനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള പന്തൽ. ആ പെണ്ണിന്റെ വീട്ടിലെ ബെല്ലാണ് ഇതിന് മൊത്തത്തിലുള്ള സാരാംശം. ഇത്രയും അടിപൊളി ഇന്റർപ്രിറ്റേഷൻ ഇതിന്റെ മേലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണാവോ? മേലാപ്പോ? മേലുള്ള എന്തോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് എന്തോ ഒരു ആപ്പാണ് വേണ്ടത്. നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ പാട്ട് അങ്ങ് തുടങ്ങിയേക്കാം. ഡീറ്റെയിൽസ് അല്ല, ഞാൻ പറയാം. അതിനെ ഞങ്ങൾ ചോദിച്ചത്. സിനിമ ഡ്രീംസ്. കമ്പോസ് ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരി സർ. ഇങ്ങനെ വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ വന്ന തലക്ക് ആണോ? തലക്കറിക്കോ? മ്യൂസിക് ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് അല്ല, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി. ലിറിക്സ് വിദ്യാസാഗർ സാറ്. ലിറിക്സ് വിദ്യാസാഗർ സാർ. ലിറിക്സ് അതല്ലേ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ അച്ഛൻ പാവം അവിടെ. അപ്പോ ഈ പാട്ടിന്റെ ലിറിക്സ് ചെയ്തിരിക്കുന്ന വിദ്യാസാഗർ സാറ്, സംഗീതം ചെയ്തിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. അതല്ലേ? അങ്ങനെയാണോ? അല്ല, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി. നേരത്തെ ലിറിക്സ് വിദ്യാസാഗർ എന്ന് പറഞ്ഞു. ആണോ? അതെ, ഈ അറബി നമ്മള് ഇങ്ങനെയല്ലേ വായിക്കുന്നത്, ഇതുപോലെ അല്ലല്ലോ. അതുകൊണ്ട് എല്ലാം തിരിഞ്ഞു പോകുന്നത് ഇടത്തോട്ടേക്ക് വരുന്നതാ. റിലിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്. മ്യൂസിക് വിദ്യാസാഗർ സാറ്. സിനിമ ഡ്രീംസ്. വർഷം 2001. അതാണോ? 2001. പാടിയത് സുജാതമ്മയും യേശുദാസ് സാറും. വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ്. അപ്പൊ ഇനി ധൈര്യമായിട്ട് പാടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നൈസ് വെരി ഗുഡ് മോളെ. മക്കളെ എന്തോ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സജഷൻസ് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഋതം ഉണ്ട്, ഭയങ്കര അതെ, രസമാണ് അല്ലേ? അല്ലേ? അതിങ്ങനെ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ? അങ്ങനെ 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 ഒരു മൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഈ മൂവ്മെന്റ് എപ്പോഴും ഈ പാട്ടിന്റെ പൂർണ്ണമായിട്ട് നമുക്ക് വേണം. ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഈ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പാട്ട് പാടുന്നത്. അപ്പൊ മെലോഡിയസ് ആയിട്ട് വരുന്ന പോർഷനിലും നമ്മൾ ഈ ഋതം നമ്മൾ കാണണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ പല്ലവി ഒന്നുകൂടെ ആ ഋതത്തിൽ ഇതൊന്ന് കണ്ടിട്ട് ഓക്കെ. ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് പോണ പോലെ വേണം. 1 2 3 4. മണിമുറ്റത്താവണി പന്തൽ മേലോപ്പ് പോലെ മണിയാരത്തമ്പിളി പന്തൽ. ഋതം. മണിമുറ്റത്താവണി പന്തൽ മേലോപ്പ് പോലെ മണിയാരത്തമ്പിളി പന്തൽ. അപ്പൊ അങ്ങനെ പാടുമ്പോഴത്തേക്കും നമ്മൾ ആ സംഗതികൾ വരുമ്പോഴത്തേക്കും പോലെ അത് ലേ എന്ന് നമ്മൾ ഒരുപാട് അത് സ്ട്രെസ് ചെയ്ത് പാടാൻ ശ്രമിക്കുമ്പോൾ ഈ ഋതം എന്ത് ചെയ്യും? ട്രെയിൻ അങ്ങ് പോയി കഴിയും, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കും അല്ലേ? അത് പാടില്ല. കണ്ണാടി മുല്ലേ എന്ന് പാടിയില്ലേ? അതെങ്ങനെയായിരുന്നു? കണ്ണാടി മുല്ലേ കണ്ണാടി കണ്ണാടി മുല്ലേ. അത് ശരിക്ക് കണ്ണിൽ തന്നെ വരണം. മീനുട്ടിയുടെ കണ്ണ് നോക്കി പാടിക്കോ. പാടിക്കോ. മീനുട്ടിയെ അത്ഭുതപ്പെട്ടു പോയി. വീണ്ടും magic. ഇനി പാടുമ്പോ നമുക്ക് ഇങ്ങനെ നിന്ന് പാടാതെ. മുല്ലേ അവസാനിക്കുന്ന എങ്ങനെയാ? കണ്ണാടി കണ്ണാടി മുല്ലേ 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 മുല്ലേ. അത് എന്തോ ഉണ്ട്. അത് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് പ്രാക്ടീസിലൂടെ വരണം. ഇതെല്ലാം സജഷൻസ് ആണേ. അപ്പൊ അങ്ങനെ കുറച്ച് ഏരിയാസ് ചെറിയ ഗ്രേ പാച്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമല്ല, നമുക്ക് ഗ്രൂം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? റെഡിയാക്കും. നമ്മൾ സൂപ്പറാക്കും. സംശയം ഉണ്ടോ? ഉണ്ടോ? മധു സൂപ്പറാക്കില്ലേ? സൂപ്പറാക്കണം, തീർച്ചയായിട്ടും സൂപ്പറാക്കും. അതെ, സൂപ്പറാക്കും. ജെനിലിയ ആൻഡ് പ്രൈസൺ. എന്തോ ഞാൻ നോക്കിയപ്പോ പല ഭാഗങ്ങളും രസമായിട്ട് നന്നായിട്ട് പാടി. ജെനിലിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് പല സംഗതികളും പാടുന്നത്. ജെനിലിയുടേതായിട്ട് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളി പന്തൽ. അത് പന്തൽ എന്ന് പാടുന്നത്. പന്തൽ. യെസ്, അണിയാരത്തമ്പിളി പന്തൽ 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 എന്ന് പാടുമ്പോ ഇന്നെന്നുള്ളത് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല. പന്തൽ പന്തൽ. ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ഗ്രെയിനിയാണ് ഇന്ന് വോയിസ്. അതെന്താ, ജലദോഷം ഉണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പം മൊത്തത്തിലൊരു എയർ അധികമാണ് വരുന്നത്. അത് അങ്ങനെയാണ് ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമുക്ക് പാടാൻ ശ്വാസം ബാക്കി ഉണ്ടാവില്ല. അപ്പോഴും ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി, ഒരു സാധനം കുറവ് വരും. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഹൈയിലത്തെ ആ നോട്ടില്ല, അനുപല്ലവിയുടെ ലാസ്റ്റ് കല്യാണം കാണാൻ വരേണം, അവിടെ എത്തുമ്പോ ഈ പറഞ്ഞ ഈ ഏറി ആ നോട്ടില് അത്ര ഗ്രെയിൻസ് ആയിട്ട് അങ്ങനെ തോന്നുകയും ചെയ്യണില്ല. അപ്പൊ ജസ്റ്റ് നല്ല ബ്രെത്ത് എടുത്തിട്ട് സ്റ്റഡി ആയി നിന്ന് പാടിക്കഴിഞ്ഞാല് കുറെ ഒക്കെ സെറ്റ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതില് വേറെ നല്ല ഉഗ്രം പാട്ടുകളുണ്ട്. ഒന്ന് വാർത്തിങ്കൾ തെല്ലല്ലേ, കണ്ണിൽ കാശിത്തുമ്പകൾ, പക്കാല പാടാൻ വാ. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ മണിമുറ്റത്ത് ആവണിപ്പന്തൽ കൂടാതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് വാർത്തിങ്കൾ തെല്ലല്ലേ. വാർത്തിങ്കൾ തെല്ലല്ലേ, വരവീണ കുടമല്ലേ, മാനത്തെ മാൻപേടപ്പെണ്ണ്, ഓ മാനത്തെ മാൻപേടപ്പെണ്ണ്, പാടുമ്പോൾ കുയിലാണ്, പനിനീർപ്പൂവിതളാണ്, മിഴിരണ്ടും മൈനകളാണ്, ചേക്കേറാൻ മുത്തേ നേരമായി, ഓ ചേക്കേറാൻ മുത്തേ നേരമായി. ഭയങ്കര റൊമാൻറ്റിക്.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അതില്. എനിക്ക് അതുപോലെ വിദ്യാസാഗർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ പാട്ടിലത്തെ ബേസ് Bass, അതെ, അതെ. ഭയങ്കര രസമാണ്. ഈ പാട്ട് ബേസ് ഗിറ്റാർ നല്ല ചേട്ടാ രസമായിട്ട് അതൊന്നും ആ സാധനം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് കഴിയുമ്പോ bass lines ഉണ്ട്. അതെ അതെ അത് വിദ്യാസാഗറിന്റെ ഏത് പാട്ട് കേൾക്കുമ്പോഴും ആ ഒരു ഇതുണ്ടാവും. ഇപ്പൊ അച്ഛന്റെ മുഖത്ത് എല്ലാ സ്ട്രെയിനും പോയിട്ടുണ്ട്, ഒരു സ്ട്രെസ്സും തെളിച്ചുണ്ട്. പോയിട്ടുണ്ട്. ഇപ്പൊ ചിരി നന്നായിട്ട് പക്ഷെ വരുന്നുണ്ട്. ആ ജനീലെ അച്ഛനെ നോക്കണുണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടൊക്കെ കണ്ടിട്ട് നോക്കുക. ഇപ്പൊ അച്ഛന് എന്നാ തോന്നുന്നേ? പാടിയൊക്കെ കഴിഞ്ഞു, കമന്റ്സ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ എന്ത് തോന്നുന്നു അച്ഛന്? സന്തോഷം തോന്നുന്നു. കുറെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് അവള് ഫോളോ ചെയ്യണം. ഉം. മുമ്പോട്ട് പോകാനുള്ള വഴിയാണത്. ഉം. അപ്പം ജഡ്ജസ് പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് കേട്ട് മുമ്പോട്ട് പോവുക. സന്തോഷം തോന്നുന്നു. അല്ല, ഏറ്റവും അധികം സന്തോഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യു ഹാവ് ഗോട്ട് എ വെരി ടാലന്റഡ് ഡോട്ടർ. അതൊരു ബ്ലെസ്സിങ് ആണ്, യുനോ. ആരെ പറ്റിയാ ഇത് പറയുന്നത്? ഞാനല്ലേ? സംശയം. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ജനിയില്ലേ? ജനീലിനെ പറ്റിയാണ്. ഓക്കെ, അതാണ്. അങ്ങനെ ഒരു മകളെ കിട്ടാനും ഈ മകൾക്ക് ഇങ്ങനെ അച്ഛനെ കിട്ടാനും ഒക്കെ വലിയ ഭാഗ്യല്ലേ. അപ്പൊ നമുക്ക് മാർക്കിലോട്ട് പോണ്ടേ? ഓ പോണം. സോ ഐ ഗിവ് യു 41. ഓക്കെ, ആർ യു ഹാപ്പി? ഇല്ല, അത് 41 into 40. 41 into 41 ഇല്ല. എന്റെ അമ്മേ. ശരി ശരി, 41 into 1. Into. അത് വേണ്ട. അത് മതിയോ? അത് പോരെ? Into. അത് ഇഷ്ടമില്ല കേട്ടോ. 96. ചോദിച്ചു വാങ്ങിക്കാൻ എന്നാ പിന്നെ പ്ലസ് ഒരു 14 മതിയല്ലേ? വേണ്ട 12+2 കൊടുക്കാം. 12+2 കൊടുത്താൽ 12+2 കൊടുക്കാം. മാർക്ക് പറഞ്ഞാ മതി. അയ്യോ ഈ കളി വേണ്ട. So Genelia is going to be awarded 96 today. ഓ, എന്തൊരു രസമായിരുന്നല്ലേ. അച്ഛന് സമാധാനായ? ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. ഡബിൾ ഹാപ്പി. അപ്പൊ അച്ഛനും Yes. മോളും പ്രൗഡ് സന്തോഷായിട്ട്, അതെ. ബൈ. ഓൾ ദി ബെസ്റ്റ്. Congrats, Janelia. ഗുഡ് നൈറ്റ്. Bye. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജഡ്ജസ്, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഫ്ലോറിലേക്ക് മാവേലിക്കരയിൽ നിന്നും ഒരു ദുർഗക്കുട്ടി എത്തുന്നു. കേൾക്കാം നമുക്ക് പാട്ട്. തീർച്ചയായിട്ടും. Ready. വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. Hi Durga. ഹായ്. ഹായ്. How are you? ഐ എം ഫൈൻ. കൊറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഉണ്ട്. ഉടുപ്പില്. അതെ, അയ്യോ പോവണം, പാടാ. ഫ്ലവേഴ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ Flowers ഒക്കെ ഇട്ടോണ്ട് ആ, അതാണല്ലേ കാര്യം. അല്ലേ? Flower girl ആണ്. ആന്ന് പറ. ആണോ? ആണോന്നോ? ഇന്ന് ഏത് റൗണ്ടിലാ പെർഫോം ചെയ്യാൻ പോണേ? ഇന്ന് എവർഗ്രീൻ. എവർഗ്രീൻ ഹിറ്റ് ആണ്. നിത്യ ഹരിതം. ഈ നിത്യഹരിത ഗാനങ്ങളിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? കൊഞ്ചിക്കരയല്ലേ? ഈ പാട്ട് ഈ കൊഞ്ചിക്കരയിലെ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തെന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. ഭദ്രൻ സാറാണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ഓർമ്മ എന്ന് പറയുന്നത്, എന്റെ ചേട്ടന് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ. അപ്പോ നമ്മുടെ മമ്മാജി എന്ന് പറയും, എന്റെ അമ്മയുടെ അമ്മ അച്ഛനൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് തൃശ്ശൂര് കിഴക്കുംപാട്ടുകര. ഓ ശരി. അപ്പോ അവിടെ രാംദാസ് തിയേറ്ററിലാണ് ഉം. ഈ സിനിമ കാണാൻ പോണത്. ആണല്ലേ? അത് ശരി. അതാണ് ഈ പാട്ടുകളെ പറ്റിയും ഈ സിനിമയെ പറ്റിയുള്ള ഏറ്റവും വലിയ ഓർമ്മ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഓർമ്മയാണ്. ആഹാ. നമുക്ക് അങ്ങനെ പല നൊസ്റ്റു പരിപാടികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതെ. ഒരെണ്ണമാണ്. ഒരു അപ്പൊ ഈ പാട്ടില് ടുരുരു ടുരുരു ഇത് തന്നെ തിയേറ്ററിൽ നിന്ന് വന്നിട്ട് പിന്നെ എത്രയോ ദിവസം രാവും പകലും ടുരുരു ഇതൊരു മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നോണ്ട്. അപ്പോ ഒരു 2-3 നോട്ട്സ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തോരം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും. അതെ. അതാണ് ഇളയരാജ സാർ എന്ന് പറയുന്ന അതെ. ആ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വേറൊരു പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, അതാണ് കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ഭയങ്കര പാട്ടാണ്. അപ്പൊ ഡീറ്റെയിൽസ് പോരട്ടെ. ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്നാലും ഇയർ 1986. 86. ലിറിക്സ് ബിച്ചു തിരുമല സാർ. സിംഗർ ജാനകി അമ്മയും ദാസങ്ങളും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതില് ആദ്യത്തെ പാട്ട് പാടാൻ പോവാണ്. അതെ. എന്താണ് ഇപ്പൊ ഒന്നാമത്തെ ആദ്യത്തെ പാട്ട് പാടുമ്പോ? വളരെ എക്സൈറ്റഡ് ആണ്. ധൈര്യപൂർവ്വം പാടിക്കോളൂ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. All the best Durga. എനിക്കിപ്പോ ഒരു സംശയം. ദുർഗ എന്നോട് പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്.
എവിടെ കുറച്ചുകൂടെ നല്ല ആരുടെയും കൂടെ പാടായിരുന്നു. അയ്യോ അതെന്നങ്ങനെ ഭയങ്കര ഭയങ്കര വിനയമാണ്. സ്വയം കാര്യം troll കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ സ്ഥിതിയിലെത്തിയാലും സത്യം ആ പറഞ്ഞാൽ വിനയം മടിക്കേണ്ട ആവശ്യമില്ല. വിനയം അങ്ങോട്ട് വിടുന്നില്ല. കാരണം പേര് എന്തോ കാരണവശാൽ ജയചന്ദ്രൻ എന്നായി പോയി. ശരിക്കും ഇടേണ്ട പേര് വിനയചന്ദ്രൻ അതൊക്കെ മക്കളെ എവിടെയാണ്? ഒരു ഷോയിൽ വെച്ച് ജയചന്ദ്ര സാറിന്റെ മുമ്പിൽ പാടാൻ പറ്റി. ഓണത്തിനല്ലേ? ആണാണ്. ഓണത്തിനായിരുന്നു പുട്ടുകച്ചവടം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, 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 All the best. All the best. താങ്ക് യു. കരയില്ലേ മിഴികൾ
വെരി ഗുഡ് മോളെ, വെരി ഗുഡ് നൈസ്. ദുർഗമോളെ, എന്തോ ആദ്യമായിട്ടല്ലേ ഈ വേദി പാടണേ? ആദ്യമായിട്ടാണ്. അപ്പൊ നാച്ചുറലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടെൻഷൻ നമുക്ക് ഉണ്ടാവും. അത് ആര് പാടിയാലും ഉണ്ടാവും. നമ്മുടെ തെറ്റിദ്ധാരണയാണ് വലിയ വലിയ പാട്ടുകാർ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ടെൻഷനേ ഇല്ല എന്നുള്ളത്. പക്ഷെ വെളിയിൽ അത് മാസ്ക് ചെയ്യും. അത് വലിയ എബിലിറ്റിയാണ്. അത് എക്സ്പീരിയൻസ് നിന്ന് പതുക്കെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ടൈം എന്ന് നോക്കുമ്പോൾ ഇത് വളരെ നന്നായി. പക്ഷെ നമുക്ക് ഒരു വലിയൊരു യാത്രയുണ്ട് ഇനി. ഇത് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി പതുക്കെ നമുക്ക് ഗംഭീര ഗായികയായിട്ട് അങ്ങ് മാറാം. തീർച്ചയായിട്ടും. ഓക്കെ, അതെ. സോ ദിസ് ഇസ് ദ സ്റ്റാർട്ട് പോയിന്റ്. അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളിൽ തന്നെ വിശ്വസിക്കണം. അതാണ് കേട്ടോ. പിന്നെ ഈ പാട്ടിന് ദും തക്ക് ദും തക്ക് തക് ദും തക്ക് തക് ദും തക്ക്, ഇത് ഇളയരാജ സാറിന്റെ ഒരു 10,000 പാട്ടില് ഈ ഋതമുണ്ട്. അതെ. പക്ഷെ ഈ ഋതം അങ്ങനെ പോയാലും ഈ 10,000 പാട്ടിലും ഗ്രേറ്റ്നെസ് ഒളിഞ്ഞു കിടക്കുന്നതാണ്. അതാണ് ഒരു മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഋതം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് വരാനുണ്ട്, അത് നമുക്ക് വരുത്തിട്ടേ വിടൂ ഇവിടെ നിന്ന്. അതിനെപ്പറ്റി ഒരു സംശയമില്ല കേട്ടാ. അപ്പൊ ഇതൊരു എന്താണ്, നമ്മുടെ ഒരു സംഗീത വിദ്യാലയം കൂടെയാണ് ഇവിടെ, അല്ലേ? നമ്മളിവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അറിയപ്പെടുന്ന പാട്ടുകാരായിട്ട് പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. അതാണ് ടോപ്പ് സിംഗറിന്റെ ലെഗസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞിന് അത്തരത്തിൽ ലെഗസിയുള്ള ഒരിടത്തിൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുകയും ആ കോൺഫിഡൻസ് കയ്യിൽ നിന്ന് വിടാതെ ആ ലെഗസിയോടൊപ്പം യാത്ര ചെയ്യാനും പറ്റണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞോ. പാട്ട് പാടിയിട്ട് എന്ത് തോന്നുന്നു ഇപ്പൊ പാടിയിട്ട്? എക്സൈറ്റ്മെന്റും ഉണ്ട്. പാടുന്നതിന്റെ കൂട്ടത്തിൽ പേടിയും ഉണ്ടായിരുന്നു അല്ലേ? അതെ, അത് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ വോയിസ് ഷിവർ ചെയ്യും, പിന്നെ കൺട്രോളിൽ നിൽക്കില്ല. ആദ്യത്തെ പാട്ടായിരുന്നിട്ട് കൂടി യു സാങ് വെരി വെൽ. കേട്ടോ, വളരെ നല്ല ഭംഗിയായിട്ട് പാടി. പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി പെർഫെക്ഷൻ ആയാൽ കൊള്ളാൻ തോന്നി. ഒരു മോഡുലേഷൻ ഡൈനാമിക്സ് ഒക്കെ അതിൽ വേണം എന്ന് എനിക്ക് തോന്നി. മോഹം മൂടും ഹൃദയാകാശം, മൂകം പെയ്യും മഴയല്ലോ നീ, മഴയേറ്റു നനയുന്ന മിഴിവഞ്ചി തുഴയുന്ന ചിറകുള്ള മലരാണെന്നുള്ളം. അങ്ങനെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു മോഡുലേഷൻ, ഒരു സ്വിങ്, ഒരു മോഡുലേഷൻ അതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവും. എന്തായാലും മിടുക്കിയാണ്, നല്ല ടാലന്റഡ് ആണ്. ഓൾ ദി ബെസ്റ്റ്. മധുചേട്ടന്റെ അടുത്ത് നിന്ന് ഏറ്റവും പഠിക്കേണ്ടത് ബ്രെത്ത് കൺട്രോളും ദ ക്ലാരിറ്റി ഓഫ് യുവർ നോട്ട്സ്. ഐ എം സോ ഹാപ്പി ടു സിറ്റ് ബിസൈഡ്. അല്ലേ, പാടുമ്പോഴത്തേക്കും എല്ലാരും ഇരുന്ന് കൈവിട്ട ഇങ്ങനെ വെറുതെ മൂള. സത്യം പറയാം, മധുചേട്ടൻ ഇങ്ങനെ സിമ്പിളായി പാടുക, പക്ഷെ അയ്യോ സോ ഹാപ്പി ടു സിറ്റ് ബിസൈഡ്. ദുർഗക്കുട്ടി എന്തോ നല്ല എൻജോയ് ചെയ്ത് പാടുന്നുണ്ടേ. ഇപ്പം കൊഞ്ചി കഴിഞ്ഞിട്ട് അവള് വെയിറ്റ് ചെയ്യും ഇങ്ങനെ തലയാട്ടി രണ്ട് അതെ കരയല്ലേ മിഴികൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെയിറ്റ്. അപ്പൊ എൻജോയ് ചെയ്തിട്ടാ പാടുന്നത് അല്ലേ? വരി അർത്ഥമൊക്കെ നോക്കാറുണ്ടോ? ഇല്ല, അതും കൂടെ നോക്കണം. അതും കൂടെ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ അതിലോട്ട് അതിന്റെ ഭാവം കൊണ്ടുവരാൻ പറ്റും അല്ലേ മച്ചേട്ടാ? തീർച്ചയായിട്ടും. യെസ്. ഈവൻ നമ്മൾ മൂവി കാണുകയാണെങ്കിൽ അതുവരെ ഈ പാട്ട് പാടുമ്പം ഇമ്പാക്ട് ചെയ്യും. പല പാട്ടുകളും മൂവീസ് കണ്ടും വീണ്ടും വീണ്ടും കേട്ട് വരി വായിച്ചിട്ടും ഒക്കെയാണ് അത് നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആക്ച്വലി ഇൻഫർമേഷൻ കിട്ടുകയാണ് പാട്ടിനെ പറ്റിയിട്ട്. അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് ബ്യൂട്ടിഫുള്ളി പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിറിക്സ് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എന്താണ് അർത്ഥം എന്നൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ ഓക്കെ ദുർഗകുട്ടി. ഇതിന്റെ ഓർക്കസ്ട്രേഷന്റെ കാര്യത്തിൽ ഇന്ന് നമ്മൾ നമസ്കരിക്കേണ്ട 2 ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ 2 ബ്രദേഴ്സാണ്, മൈ ഡിയർ ബ്രദേഴ്സാണ്, ഗ്രേറ്റ് മ്യൂസീഷ്യൻസ് ആണ്. നമ്മുടെ ഫ്രാൻസിസ് ആൻഡ് ഹെറാൾഡ് ബ്രദർ. അപ്പോൾ ഫ്രാൻസി, ഹെറാൾഡ് ജി, അത് 2 ഒക്ടേവിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കണേ. എന്ന് പറഞ്ഞാൽ എൻ്റെ പല ഗാനമേളകളിലും ഈ പാട്ട് എല്ലാവരും തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഡ്യുവറ്റായിട്ട് ഇങ്ങനെ സോളോ വായിക്കുന്നത് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. പ്രത്യേക അതൊരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ആ നോട്ട്സ് മാത്രമല്ല, അത് വായിക്കുന്നതും അത് ഗംഭീരാണ് അത് കാണാൻ. ദുർഗകുട്ടി എന്തോ എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? 97 6. ഓക്കെ, ഇതിലേത് വേണം? തൊട്ടോ
പോയിന്റ് ഫിംഗർ. വൺ ഫിഗർ ഏതെന്ന് അറിഞ്ഞൂടെ? 96 out of 100. ഓക്കെ ബൈ. ഓക്കെ കൂടുതൽ മാർക്കൊക്കെ വാങ്ങണം നമുക്ക്. ഓക്കെ ടാറ്റാ. മധുങ്കൾ, യെസ്, ഗോവയിൽ പോവാൻ ഇഷ്ടാണോ? ഇതുവരെ പോയിട്ടില്ല, പോണെന്ന് ആഗ്രഹമുണ്ട്. ആണോ? ആ. ഞാനും പോയിട്ടില്ല കേട്ടോ. ആണല്ലേ? നമ്മുടെ ഇതുവരെ ഒരാൾ- പോയിട്ടില്ലേ? ഞാനും എന്റെ പോയിട്ടില്ല. നമ്മള് ഞാൻ മാത്രാണോ ഗോവയിൽ പോയ ആള്? ഞങ്ങള് മൂന്നാള് പോയിട്ടില്ല. അപ്പൊ ഗോവയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ആണല്ലേ? സ്പെഷ്യൽ ആയിട്ടൊരു ലോക്കോ പൈലറ്റിന്റെ മോനാണ് വരാൻ പോകുന്നത്. അതാണ് സ്പെഷ്യൽ ഇൻട്രോ. ദക്ഷ ആണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ധാർമിക്. ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ്. ഹലോ, ഹായ്. ഹൗ ആർ യു ഡൂയിങ്? ഫൈൻ. ഫൈൻ, സുഖം. പഠിച്ചോ പാട്ടൊക്കെ? ബൈ ഹാർട്ട് സെറ്റ് ആണല്ലേ? ഓഡിഷന് ശേഷം ഗോവയിൽ പോയോ? അല്ല, 4-ാം തീയതി ആയിരുന്നു ഇവിടുന്ന് ട്രെയിൻ കയറി. എന്ന് വെച്ചാൽ 3-ാം തീയതി നാട്ടില് അമ്മേന്റെ എവിടെയും അച്ഛൻ്റെ എവിടെയും പോയി. 4-ാം തീയതി ഇവിടുന്ന് 5-ാം തീയതി ഗോവ ഓണത്തിന്റെ അന്ന് ഗോവയിലെത്തി. ഓക്കെ. അപ്പൊ അവിടെ അതിന് മുന്നേ എല്ലാരോടും ഇൻഫോം ഒക്കെ ചെയ്തിരുന്നു. സെലക്ഷൻ കിട്ടി. അപ്പൊ അതിനുശേഷം ഗോവയില് അപ്പൊ ഓണായതുകൊണ്ട് അമ്പലത്തിൽ പോയി. അപ്പൊ അവിടെ ഒരു കുറെ മലയാളികളുണ്ട് ഗോവയില്. അപ്പൊ കുറെ മലയാളികളുള്ളതുകൊണ്ട് ഒരു മെയിൻ അമ്പലം ഉണ്ട്. അപ്പൊ അമ്പലത്തേക്ക് പോയപ്പോ കുറെ പേര് അച്ഛന്റെ റെയിൽവേത്തെ ഗ്രൂപ്പ്, പിന്നെ അമ്മേന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, എല്ലായിടത്തെയും ആൾക്കാരൊക്കെ കൂടി വന്ന് കൺഗ്രാചുലേറ്റ് ചെയ്തു. എല്ലാരും നല്ല സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ അധികം താമസിയാതെ അവിടെയൊക്കെ ഗോവയില് വരെ ഫ്ലക്സ് വരും ചിലപ്പോ. ഇനി ചിലപ്പോ വരും, ഉറപ്പായിട്ടും എന്തായാലും വരും. മധു, എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി കേട്ടോ. എനിക്കും ഇവിടെ വന്നിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ല അല്ലേ? ചില ക്രിക്കറ്റ് മാച്ച് ഒക്കെ കഴിഞ്ഞിട്ടേ ചില പ്ലേയേഴ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവരിങ്ങനെ പറയാറില്ലേ, ഇങ്ങനെ കിതച്ചിട്ട്. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പറയും. ഭയങ്കര സംഭവമാണ് കേട്ടോ. അത് എന്താ വെച്ചാല് പ്രസംഗത്തിനൊക്കെ ഞാൻ മുന്നേ നിന്നിട്ടുണ്ട്. അപ്പൊ പ്രസംഗത്തിനൊക്കെ നിക്കുമ്പോ കൊറേ നീണ്ടത് ഒറ്റയടിക്ക് ഇങ്ങനെ അതങ്ങനെ ശീലായി പോയി. എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പാട്ടുകാരൻ മാത്രല്ല, പ്രാസംഗികൻ കൂടിയാണ്. അടുത്ത പ്രാവശ്യം നമുക്കൊരു പ്രസംഗം കേൾക്കണം കേട്ടോ. അടുത്ത പ്രസംഗം വേണം, episode. പ്രസംഗം വേണം. ആ, മുത്തുസ്വാമി ദീക്ഷിതർ എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പോസർ ഉണ്ട്. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്? അത് Okay. പറഞ്ഞപ്പോ അപ്പൊ- ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ആരാ പാട്ട് പഠിപ്പിക്കണേ? ഇപ്പൊ പ്രേംരാജ് സാർ. അത് സൂര്യൻ ചേട്ടന്റെ അച്ഛൻ. അച്ഛൻ അപ്പൊ നമ്മുടെ സൂര്യന്റെ അച്ഛനാണ് പാട്ട് മോനെ പഠിപ്പിക്കുന്നത്. പാട്ട് പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ പഠിപ്പിക്കുന്നത്. മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതിയുണ്ട്. ആ കൃതി സെഞ്ചുറീസ് മുമ്പേ എഴുതപ്പെട്ടാണ്. അതിൽ ദക്ഷിണെ പറ്റി ഒരു വിഭാഗമുണ്ട്. ദക്ഷ ശിക്ഷണ, ദക്ഷ തരസുര, ലക്ഷണ വിധി, വിലക്ഷണ ലക്ഷ്യ, ലക്ഷണ ബഹു വിചക്ഷണ സുധാ ഭക്ഷണ, ഗുരു കടാക്ഷ വീക്ഷണ, അക്ഷയ ലിംഗ വിഭോ. എന്ന് വെച്ചാ അത്ര അക്ഷരമൊന്നും ഇതില്. അതിൽ മൊത്തം ദക്ഷ ദക്ഷ ദക്ഷ. ഇന്ന് പാട്ട് ഏതാണ്? പെർഫോമൻസ് റൗണ്ടില് മധുര സ്വപ്നങ്ങൾ. അപ്പൊ പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? ഓഫ് കോഴ്സ്. ചെറിയ ഡാൻസ് സ്റ്റെപ്സ്, ഡീറ്റെയിൽസ്. സിനിമ മേലെ പറമ്പിലാണ് വീട്. വർഷം 1993. ലിറിക്സ് IS കുണ്ടൂർ സർ. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ. പാടിയത് യേശുദാസ് സാറും പിന്നെ സുജാത മാമും. ഓക്കെ. ആദ്യത്തെ പാട്ട് പാടാൻ പോവാണ് അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.
കലക്കി കപ്പയിട്ടല്ലോ. ആഹാ. ഇങ്ങനെ ഫുൾ ടൈം ജോഗ് ചെയ്തോണ്ട് ഒരു പാട്ട് പാടണം ഞാൻ ആദ്യമായിട്ടാണ് എന്റെ അതെ ജീവിതത്തിൽ അതെ, ജോഗ് ചെയ്ത് പാടുക. ജോഗ് ചെയ്ത്. അത് അതെ 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 ഞാനൊരു 4-5 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്വാസം മുട്ടും. അതെ. അവനൊരു ശ്വാസം മുട്ടലില്ല. അല്ല അത് ഏതോ ഒരു ആനിമയാണ്, ഏതോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആനിമലോ? ആനിമെ, ആനിമെ. അപ്പൊ അതിലുള്ള ഒരു സ്റ്റെപ്പാണ് നടക്കണത്. അപ്പൊ ഞാൻ സ്കൂളിൽ അത് കണ്ടിട്ട് വെറുതെ ഇങ്ങനെ സ്റ്റെപ്പ് കൂടെ ഒക്കെ നടക്കുമ്പോ നടന്ന ശീലമുണ്ട്. ഒന്ന് കാണിച്ചു എങ്ങനെയാന്ന്. വീഴരുത് രണ്ടുപേരും. ഓക്കെ ഓക്കെ ഓക്കെ, കാലും ഇങ്ങോട്ടേക്ക് കൊടയ. അത് കറക്റ്റ്. അപ്പൊ ഇൻട്രോ ഇടൂ, ഞാൻ നോക്കട്ടെ. ഇൻട്രോയിൽ വേറെ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു സാധനം ആക്കിയില്ലേ ഇൻട്രോ തുടക്കം. ആ ഒരു സ്റ്റെപ്പ് അത് വയലിൻ പോലത്തെ. വയലിൻ പോലത്തെ. ഓ. സിംഗർനൈസ്ഡ് കോറിയോഗ്രാഫി. അതെ അതെ. ഓഹോ. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണ്ണത്തേരിൽ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന കൽപ്പത്തിൽ. അതുപോലെ ഈ ചരണത്തിന്റെ അവസാനല്ലേ, അതിൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് ടക്ക് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെയും അതെ അതെങ്ങനെയാണ്? താഴ്വാരം തിന്നിയകലും സ്വപ്നങ്ങൾ പിന്നിലുണരും വർണ്ണപ്പൂക്കൾ സ്വർഗം തീർക്കും കാലം. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണ്ണത്തേരിൽ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന കൽപ്പത്തിൽ. അടിപൊളി. നൈസ് നൈസ്. ഇങ്ങനെ ഒരാൾ പെർഫോം ചെയ്യണത് ആദ്യമായിട്ടാണ്. ടോപ്പ് സിംഗറിന് ഇതുവരെയുള്ള ചരിത്രത്തിൽ നല്ല പെർഫോമൻസ്. ആദ്യമായിട്ട് ജോഗ് ചെയ്ത് പാടുന്ന ഒരാളെ കിട്ടും. ഇതാണ് പെർഫോമൻസ് റൗണ്ട്. അതെ അവനെ ഒരു ഒറിജിനൽ ആർട്ടിസ്റ്റ് ആണ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലോട്ട് വന്നത്. അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. ഒറിജിനൽ തോട്ട്സ്. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണ്ണത്തേരിൽ. പിന്നെ പ്രാസംഗികരും കൂടെ അല്ലേ? അതെ അതെ. ശ്വാസം മുട്ടുന്നു. മധു എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നല്ലേ? ഉഗ്രനായിട്ട് പാടി. നല്ല കോൺഫിഡൻസ്. Thank you, sir. Thank you, ma'am. ഇത്രയും കോൺഫിഡൻസ് ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. Thank you, sir. പക്ഷേ നല്ല എനർജിയോട് കൂടി തുടക്കം മുതൽ അവസാനം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പാടി. Thank you, sir. അല്ല, ഈ എനിക്ക് ഫാസ്റ്റ് പിന്നെ ഈസിയാണ് മര്യാദയ്ക്ക് ആ, പാടാൻ. അവൻ അതാണ്. നാച്ചുറലി സ്പീഡിൽ സംസാരിക്കുന്ന ഈ ആളാണ്. ജോഗിയും തോറും കൂടുതൽ ശ്വാസം കിട്ടുന്ന ആദ്യത്തെ ലോകത്തെ ഒരാളായിരിക്കും. എന്താ കേശവ? ജോഗിയും തോറും എനർജി കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? ചാർജിങ് അതനുസരിച്ച് അതെ. കുറച്ച് ശേഷം എപ്പോഴെങ്കിലും ചെയ്യും, അല്ലാണ്ട് എപ്പോഴും സ്റ്റെയർ ഇറങ്ങാൻ പറ്റൂലല്ലോ. എടാ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ വണ്ടായി പിറക്കാഞ്ഞത് എന്തേന്ന് പറഞ്ഞപ്പോ എന്നെ എന്തിനു നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയത്? ഞാൻ എല്ലാരും വെറുതെ നോക്കിട്ട് എല്ലാവരും ഒന്നും ഉദ്ദേശിച്ചല്ല ചേച്ചി, ഒന്നും ഒന്നും ഉദ്ദേശിച്ചല്ല. ഉദ്ദേശിച്ചല്ല. ദക്ഷന് നാച്ചുറലി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് ഈ പാട്ട് പാടിയപ്പോ കുറച്ചും കൂടെ എവിഡന്റ് ആയി. ആക്ച്വലി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായി. എത്ര സ്പീഡിൽ പാടിയാലും ആള് ക്ഷീണിക്കുന്നില്ല. അതിന്റെ കൂടെ ഈ സ്റ്റെപ്പും അടിപൊളി. പിന്നെ ശ്വാസത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. ഒരു പ്രശ്നമില്ല. Thank you, sir. Thank you, ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ മതങ്ങളുടെ ഫ്രണ്ടാ നമ്മുടെ സാർ ഒരു കാര്യം പറയണത്, ആ ഫൈനൽ ഓഡീഷന്റെ സമയത്ത് സാർക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, സാർ എന്നോട് ചോദിച്ചിരുന്നു കാസർഗോഡിന് ശേഷമുള്ള സ്റ്റേഷൻ ഏതാണ്. ആ അപ്പോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം സാറിന് വേണ്ടി, സാറിന് മാത്രം വേണ്ടി, സാറിന് തന്നെ വേണ്ടി ഞാൻ ഗോവയിൽ നിന്ന് ഞങ്ങൾ കയറുന്ന സ്റ്റേഷൻ മുതൽ എറണാകുളം വരെയുള്ള എല്ലാ മെയിൻ സ്റ്റേഷനും പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓ അത് പാട്ടിന്റെ രൂപത്തിൽ പാടണം. അത് പറ്റൂല, അത് ഒരു പറ്റണം. ട്യൂണിലങ്ങ് പാടിക്കോ, സിമ്പിൾ. അതെനിക്കറിയില്ല. നോൺ സ്റ്റോപ്പ് ആയിട്ട് നിർത്താണ്ട് പറയാം. പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നിനക്ക് അതിന് വേണ്ടി മാത്രം ഒരു സമയം തരാം. ആ പാട്ടാക്കി കൊണ്ടുവന്ന് പാടണം. ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച്, മധു പറഞ്ഞതനുസരിച്ച്, ഞാൻ പറഞ്ഞതനുസരിച്ച്, മീനു ടീം പറയാൻ ശ്രമിച്ചതനുസരിച്ച് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന മാർക്ക് 98.5 ഔട്ട് ഓഫ് 100. Thank you, sir. അപ്പൊ ഗുഡ് അപ്പൊ ബൈ. Good night. Bye. ഓക്കെ ദക്ഷ്, ശുഭരാത്രി. see you. Bye. ശുഭരാത്രി. പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ ഒരുപാട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടു നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 കുട്ടികളുടെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളും ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ പറയൂലേ, കാണാൻ പോകുന്ന പൂരം നമ്മൾ ഇനി പറഞ്ഞറിയിക്കുന്നില്ല. ഇന്നത്തെ പൂരം തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആരും വിഷമിക്കേണ്ട, നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബൈ, സീ യു.